Hello students. In the previous class, we have discussed about the structure of heart in Calotus. Okay. So, കലോട്ടസിന്റെ ഹാർട്ടിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിന്റെ ഓറിക്കിളിനെ കുറിച്ചും അതുപോലെ തന്നെ വെൻട്രിക്കിളിനെ കുറിച്ചും അതിന്റെ സ്ട്രക്ചറൽ പെക്യുലിയാരിറ്റീസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും അവസാനം നമ്മൾ സംസാരിച്ചത് വെൻട്രിക്കിളിനെ കുറിച്ചായിരുന്നു. ആ വെൻട്രിക്കിളിൽ തന്നെ ഒരു തരം ട്രൈ പാർട്ടേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ തന്നെ കേവം വെൻട്രയിൽ എന്ന് പറയുന്നൊരു പാർട്ട്, പിന്നെ കേവം ഡോർസൈൽ എന്ന് പറയുന്നൊരു പാർട്ട്. ആ കേവം ഡോർസൈൽ തന്നെ കേവം ആർട്ടിയോരിസം ആയിട്ടും പിന്നെ അതുപോലെ കേവം വിനോസം ആയിട്ടും വേർതിരിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. എന്നിട്ട് ഈ ഒരു സിംഗിൾ ചേമ്പേർഡ് ആയിട്ടുള്ള ഇൻകംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഈ വെൻട്രിക്കിൾ നിന്ന് പുറത്തോട്ട് രക്തം പോകുന്ന 3 ഔട്ട്ലെറ്റിനെ കുറിച്ചും കൂടി നമ്മൾ നോക്കി. ഇത് 3 അയോർട്ടിക് ആർച്ചസ് ആയിരുന്നു. 1 പൾമിനറി ആർച്ച്, 2 റൈറ്റ് സിസ്റ്റമിക് ആർച്ച്, 3 ലെഫ്റ്റ് സിസ്റ്റമിക് ആർച്ച്. ഈ 3 അയോർട്ടിക് ആർച്ചസിലൂടെയാണ് വെൻട്രിക്കിളിനകത്ത് നിന്ന് രക്തം പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, സോ ജസ്റ്റ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. സോ 3 ആർച്ചസ് എന്ന് പറഞ്ഞു. അതിലെ ഏറ്റവും വെൻട്രൽ സൈഡിലായിട്ട് 3 കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടുഗദർ ബൈ എ കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3ന്റെ പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പൾമിനറി ആർച്ചാണ് വെൻട്രൽ മോസ്റ്റ് വൺ, ഏറ്റവും താഴെ കാണുന്ന വെൻട്രൽ സൈഡിൽ കാണുന്ന ആർച്ച് പൾമിനറി ആർച്ച. ആ പൾമിനറി ആർച്ച് ഓപ്പൺ ചെയ്യുന്നത് റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓപ്പൺ ചെയ്യുന്നത് കേവം വെൻട്രയിൽ അഥവാ കേവം പൾമിനയിൽ എന്ന് പറയുന്ന വെൻട്രിക്കിളുടെ ചേംബറിൽ നിന്നാണ്. സോ ദീസ് ആർ ഓൾ, ഇത് നമുക്കൊരു ട്രൂ ചേംബേഴ്സ് എന്ന് പറയാൻ കഴിയില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആണ്. എന്നിരുന്നാൽ പോലും കേവം വെൻട്രയിൽ എന്ന് പറയുന്ന ഒരു റീജിയനിൽ നിന്നാണ് പൾമിനറി ആർച്ച് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ വെൻട്രൽ മോസ്റ്റ് വൺ. ഓക്കെ, അപ്പൊ കേവം വെൻട്രയിൽ അല്ലെങ്കിൽ കേവം പൾമിനയിൽ നിന്ന് പൾമിനറി ആർച്ച് ഒറിജിനേറ്റ് ചെയ്യുന്നു. ആൻഡ് ദി മീസിയൽ വൺ ഓർ ദി മിഡിൽ വൺ ഈസ് ദ ലെഫ്റ്റ് സിസ്റ്റമിക് ആർച്ച്. ഇവിടെ യെല്ലോ നിറത്തിലാണ് അത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ലെഫ്റ്റ് സിസ്റ്റമിക് ആർച്ച്. അപ്പൊ ലെഫ്റ്റ് സിസ്റ്റമിക് ആർച്ച് എന്ന് പറയുന്നതാണ് മീസിയൽ വൺ അല്ലെങ്കിൽ മിഡിൽ വൺ എന്ന് പറയുന്നത്. അറൈസസ് ഫ്രം ദി, നോക്കിയോളൂ എവിടെ നിന്നാണെന്നുള്ളത്, കേവം വിനോസം. കേവം വിനോസം എന്ന് പറയുന്ന റൈറ്റ് സൈഡിലുള്ള ഈ പാർട്ടിലാണ്, കേവം ഡോർസൈലിൽ റൈറ്റ് സൈഡിലുള്ള പാർട്ടിൽ നിന്നാണ് ലെഫ്റ്റ് സിസ്റ്റമിക് ആർച്ച് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി ഏറ്റവും ഡോർസൽ സൈഡിൽ കാണുന്ന 3ാമത്തെ അയോർട്ടിക് ആർച്ച് എന്ന് പറയുന്നത് റൈറ്റ് സിസ്റ്റമിക് ആർച്ച് ആണ്. അതിവിടെ ബ്ലൂ നിറത്തിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ റൈറ്റ് സിസ്റ്റമിക് ആർച്ച് എറേസ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കാം. ബ്ലൂ നിറത്തിലുള്ള ഈ റൈറ്റ് സിസ്റ്റമിക് ആർച്ച് ഒറിജിനേറ്റ് ചെയ്യുന്നത് കേവം ഡോർസൈൽ എന്ന് പറയുന്ന ഈ ഭാഗത്തിലെ ലെഫ്റ്റ് സൈഡിലുള്ള കേവം ആർട്ടീരിയോസത്തിൽ നിന്നാണ്. സോ കേവം ആർട്ടീരിയോസത്തിൽ നിന്ന് റൈറ്റ് സിസ്റ്റമിക് ആർച്ചും കേവം വിനോസസിൽ നിന്ന് ലെഫ്റ്റ് സിസ്റ്റമിക് ആർച്ചും കേവം വെൻട്രയിൽ നിന്ന് പൾമിനറി ആർച്ചും. അങ്ങനെയാണ് ഹാർട്ടിൽ നിന്ന് പുറത്തോട്ട് അയോർട്ടിക് ആർച്ചറീസ് അല്ലെങ്കിൽ അയോർട്ടിക് ആർച്ചസ് അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആർട്ടീരിയൽ ആർച്ചസ് പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോട്ട്സിനെ കുറിച്ച് നമ്മളിപ്പോൾ നോക്കുന്നില്ല. We'll discuss about the arterial system in Calotus. Okay, this is the structure of arterial system. Arterial system നമ്മൾ ഇപ്പോൾ ഈ ഒരു റീജിയനെ കുറിച്ചാണ് പറഞ്ഞത്. See, we have discussed about this region which includes pulmonary trunk, left systemic trunk and right systemic trunk. നമ്മൾ കണ്ടിരുന്നു ഈ ഒരു സ്ട്രക്ചർ. ഇതിന് മുമ്പുള്ള സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഏറ്റവും വെൻട്രലായിട്ട് കണ്ടത് പൾമിനറി ആർച്ച് ആയിരുന്നു. അതിന് തൊട്ട് താഴെ റൈറ്റ് സിസ്റ്റമിക് ആർച്ചും ലെഫ്റ്റ് സിസ്റ്റമിക് ആർച്ചും. ഇത് ക്രോസ് ചെയ്യുന്നുണ്ട്, രണ്ടും രണ്ട് സൈഡിലോട്ട് ക്രോസ് ചെയ്യുന്നുണ്ട്. റൈറ്റ് സിസ്റ്റമിക് ആർച്ച് ഒരു വശത്തോട്ടും അതുപോലെ ലെഫ്റ്റ് സിസ്റ്റമിക് ആർച്ച് മറുവശത്തോട്ടും ക്രോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ മനസ്സിൽ കാണണം.
and that's what happening here. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, this is a right systemic arch and this is a left systemic arch. രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്നുണ്ട്. First we will talk about the pulmonary trunk. ഈ പൾമിനറി ട്രങ്ക് അല്ലെങ്കിൽ പൾമിനറി ആർച്ച് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള വെൻട്രൽ സൈഡിലുള്ള ഒറിജിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മുകളിലെത്തുമ്പോൾ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ദാറ്റ് ബ്രാഞ്ചസ് ഇൻ ടു 2 ലെങ്സ്. 2 ലെങ്സിലേക്കും പോകുന്നുണ്ട് പൾമിനറി ആർട്ടറി ആയിട്ട്. യു ക്യാൻ കോൾ ദാറ്റ് ആസ് പൾമിനറി ആർട്ടറീസ്. സോ പൾമിനറി ട്രങ്ക് ഓർ പൾമിനറി ആർച്ച് ഡിവൈഡ്സ് into 2 pulmonary arteries, each passing to the length of its side. Pulmonary artery ആയിട്ട് ഇപ്പം the right pulmonary artery ആണ് ഈ സൈഡിലോട്ട് പോകുന്ന. So this is the right pulmonary artery which opens to the right lung and this is the left pulmonary artery which opens to the left lung. Okay, so pulmonary arteryയുടെ ഒരു ഡെസ്റ്റിനേഷൻ കിട്ടി. ബ്ലഡ് ലങ്സിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ആണ് pulmonary trunk, and pulmonary trunk divides into bifurcates into pulmonary arteries which joins into lungs of both side. Okay, ഇനി നമുക്ക് റൈറ്റ് സിസ്റ്റമിക് ആർച്ചിന്റെ ഒറിജിൻ നോക്കാം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കാം. സോറി, യെസ്, ട്രൈ ടു സൂം ഇറ്റ്. സോറി, ഓക്കെ, സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഐ വിൽ ഷോ യു. റൈറ്റ് സിസ്റ്റമിക് ആർച്ചിന്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. സോ ദിസ് ഈസ് വാട്ട് ദി റൈറ്റ് സിസ്റ്റമിക് ആർച്ച് ഈസ്. റൈറ്റ് സിസ്റ്റമിക് ആർച്ച് ഇവിടുന്ന് ഒറിജിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം അത് ഒരു ചെറിയ ഒരു ആർട്ടറി ആയിട്ട് ബ്രാഞ്ച് ചെയ്യുന്നു. അപ്പോൾ എക്സ്ട്രീംലി ഷോർട്ട് ആർട്ടറി, ആ ഷോർട്ട് ആയിട്ടുള്ള ആർട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നോമിനേറ്റ് ആർട്ടറി. ഓക്കെ, സോ ഇന്നോമിനേറ്റ് ആർട്ടറി എന്ന് പറയുന്ന ഒരു ചെറിയ ആർട്ടറി ആയിട്ട് ആദ്യം അത് ഡിവൈഡ് ചെയ്യും. ഈ ഇന്നോമിനേറ്റ് ആർട്ടറിനെ വേറൊരു പേര് കൂടി വിളിക്കാറുണ്ട്, പ്രൈമറി കരോട്ടിഡ് ആർട്ടറി. ഓക്കെ, ഇന്നോമിനേറ്റ് ആർട്ടറി ഈസ് ഓൾസോ നോൺ ആസ് പ്രൈമറി കരോട്ടിഡ് ആർട്ടറി. ഇനി ഇന്നോമിനേറ്റ് ആർട്ടറി എന്ന് പറയുന്ന കൊച്ചു ആർട്ടറി ഉണ്ടായ ഉടനെ അത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട് 2 കോമൺ കരോട്ടിഡ് ആർട്ടറി ആയിട്ട്. പ്രൈമറി കരോട്ടിഡ് ആർട്ടറി 1, 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. And these are known as common carotid arteries. Common carotid artery ആയിട്ട് അത് ബൈഫർക്കേറ്റ് ചെയ്യും. ഈ കോമൺ കാരോട്ടിഡ് ആർട്ടറി പിന്നെ എന്താണ് ചെയ്യാന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് ആയിട്ടുള്ള ആർട്ടറി ആയിട്ട് ജോയിൻ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയോൾ, ഈ കോമൺ കാരോട്ടിഡ് ആർട്ടറി സ്പ്ലിറ്റ് ചെയ്ത ഉടനെ അത് വീണ്ടും സിസ്റ്റമിക്കിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. 2 സൈഡിൽ, റൈറ്റ് സിസ്റ്റമിക്കിലെയും ലെഫ്റ്റ് സിസ്റ്റമിക്കിലേക്കും ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ജോയിൻ ചെയ്യുന്ന ആ ചെറിയ ആർട്ടറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡക്ടസ് കരോട്ടിക്കസ്. സോ ദി ഡക്ടസ് കരോട്ടിക്കസ് is a small artery through which the common carotid artery joins with the systemic trunk. Systemic trunkലേക്ക് വീണ്ടും കോമൺ കരോട്ടിഡ് ആർട്ടറി ജോയിൻ ചെയ്യുന്ന ആ ചെറിയ ആർട്ടറിനെ വിളിക്കുന്ന പേരാണ് ഡക്ടസ് കരോട്ടിക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കോമൺ ആർട്ടറി നമ്മൾ കരോട്ടിഡ് ആർട്ടറി നമ്മൾ നോക്കുകയാണെങ്കിൽ കോമൺ കരോട്ടിഡ് ആർട്ടറി പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഹെഡ് റീജിയനിലേക്ക് 2 സൈഡിലും. എന്നിട്ട് ടെർമിനലി ഇറ്റ് ഡിവൈഡ്സ് ഇൻ ടു 2. ടെർമിനലി അത് 2 ആയിട്ട് തിരിയുന്നുണ്ട് 2 സൈഡിലും. അതിൽ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി ആയിട്ടും എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ആയിട്ടും. അപ്പോൾ 2 സൈഡിലും ഉണ്ടാവും ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി, എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി. അപ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള ഒരു കരോട്ടിഡ് ആർട്ടറി, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കരോട്ടിഡ് ആർട്ടറി, അത് 2 സൈഡിലും ഉണ്ടാവും, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി. സോ കരോട്ടിഡ് ആർട്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ റൈറ്റ് സിസ്റ്റമിക് ട്രങ്ക് ബെൻഡ് ചെയ്ത് തുടങ്ങുന്ന ഭാഗത്തിന് ഒരു ഷോർട്ട് ആയിട്ടുള്ള ആർട്ടറി ഉണ്ടെന്ന് പറഞ്ഞു. ആ ആർട്ടറിയെ നമ്മൾ വിളിക്കുന്ന പേര് ഇനോമിനേറ്റ് ആർട്ടറി ആണെന്ന് പറഞ്ഞു. ഇനോമിനേറ്റ് ആർട്ടറി പ്രൈമറി കരോട്ടിഡ് ആർട്ടറി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ പ്രൈമറി കരോട്ടിഡ് ആർട്ടറി അല്ലെങ്കിൽ ഇനോമിനേറ്റ് ആർട്ടറി വീണ്ടും ബൈഫർക്കേറ്റ് ചെയ്യുന്നുണ്ട്. ബൈഫർക്കേറ്റ് ചെയ്ത ഉടനെ തന്നെ അത് വീണ്ടും സിസ്റ്റമിക് ട്രങ്കില് ലെഫ്റ്റിലും റൈറ്റിലും സിസ്റ്റമിക് ട്രങ്കിലേക്ക് വീണ്ടും ഒരു അറ്റാച്ച്മെന്റ്, ഒരു ബൈപ്പാസ് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ആർട്ടറി ആയിട്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡക്ടസ് കരോട്ടിക്കസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ കോമൺ കരോട്ടിഡ് ആർട്ടറി
രണ്ട് സൈഡിലൂടെയും മൗത്തിന്റെ വശത്തോട്ട് പോകുന്നുണ്ട്. ആ മൗത്തിന്റെ വശത്തോട്ട് പോകുന്ന കോമൺ കരോട്ടിഡ് ആർട്ടറി ടെർമിനൽ റീജിയൻ എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ വായുടെ റീജിയനൊക്കെ എത്തുമ്പോഴേക്കും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി ആയിട്ടും എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ആയിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഇനി ബാക്കിയുള്ളത് പറയാം. ഇനി റൈറ്റും ലെഫ്റ്റും സിസ്റ്റമിക് ആർട്ടറീസ് അല്ലെങ്കിൽ റൈറ്റ് സിസ്റ്റമിക് ട്രങ്കും ലെഫ്റ്റ് സിസ്റ്റമിക് ട്രങ്കും ഇനി എന്താ ചെയ്യുന്നത്? കേർവ് റൗണ്ട് ചെയ്യാണ്. ഹാർട്ടിനെ കേർവ് റൗണ്ട് ചെയ്യാണ്. കണ്ടോ, കേർവ് ചെയ്യുന്നു രണ്ട് സൈഡിലും കേട്ടോ. ലെഫ്റ്റ് സിസ്റ്റമിക് ആർട്ടറി ആൻഡ് റൈറ്റ് സിസ്റ്റമിക് ആർട്ടറി കേട്ടോ. രണ്ട് സൈഡിലും കേർവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോസ്റ്റീരിയർ സൈഡിൽ അവർ ജോയിൻ ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഡോർസൽ അയോർട്ടി ആയിട്ട് അത് താഴോട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ. രണ്ട് റൈറ്റ് സിസ്റ്റമിക് ട്രങ്കും ലെഫ്റ്റ് സിസ്റ്റമിക് ട്രങ്കും കേർവ് ചെയ്യുന്നു. ഹാർട്ടിനെ സറൗണ്ട് ചെയ്ത് കേർവ് ചെയ്യുന്നു. നേരെ താഴെ വരുന്നു. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡോർസൽ അയോർട്ടി ആയിട്ട് മാറുന്നു. ഈ ഡോർസൽ അയോർട്ട താഴോട്ട് പോകുന്നുണ്ട്. ഇനി ഇതിനിടയിൽ റൈറ്റ് സിസ്റ്റമിക് ട്രങ്കിന് വേറെ കുറച്ച് ഡൈവേർഷൻ കൂടി ഉണ്ടാവുന്നുണ്ട്. നമുക്ക് നോക്കാം. റൈറ്റ് സിസ്റ്റമിക് ട്രങ്ക് പാസ് ചെയ്ത് പോകുമ്പോൾ താഴോട്ട് വരുന്ന സമയത്ത് ഏകദേശം കൈകളുടെ ഭാഗത്ത് എത്തുമ്പോൾ റൈറ്റ് സിസ്റ്റമിക് ട്രങ്ക് ഒരു പെയർ ആർട്ടറി, ലോങ് ആർട്ടറി പുറത്തോട്ട് വിടുന്നു. വൺ ഈസ് ടു ദി റൈറ്റ് സൈഡ് ഓഫ് ദി ഫോർ ആം ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടു ദി ലെഫ്റ്റ് ഫോർ ആം. ഓക്കെ, ആ ആർട്ടറിയെ നമ്മൾ വിളിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ആർട്ടറിയെ റൈറ്റ് സബ് ക്ലേവിയൻ എന്നും ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന ആർട്ടറിയെ ലെഫ്റ്റ് സബ് ക്ലേവിയൻ എന്നും വിളിക്കും. അപ്പോൾ മുൻ കാലുകൾക്ക് അല്ലെങ്കിൽ ഫോറാമിലേക്ക് ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്ന ആർട്ടറീസ് ആണ് സബ് ക്ലേവിയൻ ആർട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ഫോറാമിലേക്ക് റൈറ്റ് സബ് ക്ലേവിയൻ ആർട്ടറി മുഖാന്തരവും ലെഫ്റ്റ് സൈഡിലുള്ള ഫോറാമിലേക്ക് ലെഫ്റ്റ് സബ് ക്ലേവിയൻ ആർട്ടറി മുഖാന്തരവും റൈറ്റ് സിസ്റ്റമിക് ആർച്ചിൽ നിന്ന് ബ്ലഡ് എത്തിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ സബ് ക്ലേവിയൻ ആർട്ടറി എന്താണെന്ന് മനസ്സിലായി. ഫോർ ലിംബിലേക്ക് കൊടുക്കുന്ന ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കുന്ന ആർട്ടറീസ് ആണ്. ഇനി അത് കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോൾ യു ക്യാൻ സീ അനദർ ആർട്ടറി ദെയർ. ഒരു സ്മോൾ ആർട്ടറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ദിസ് ആർട്ടറി ഈസ് നോൺ ആസ് വെർട്ടിബ്രൽ ആർട്ടറി. സീ, ദിസ് വൺ ഇസ് വെർട്ടിബ്രൽ ആർട്ടറി. വെർട്ടിബ്രൽ ആർട്ടറി വെർട്ടിബ്രൽ സിസ്റ്റത്തിലേക്ക് പോകുന്ന ഒരു ആർട്ടറിയാണ് വെർട്ടിബ്രൽ ആർട്ടറി. ഓക്കെ, അങ്ങനെ വെർട്ടിബ്രൽ ആർട്ടറിയും കഴിയുമ്പോഴേക്കും ഇത് ലെഫ്റ്റ് സിസ്റ്റമിക്കുമായിട്ട് ജോയിൻ ചെയ്ത് ഡോർസൽ അയോർട്ടി ആവും. ഓക്കെ, ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഡോർസൽ അയോർട്ട എന്ന് പറയുന്നത് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് നിന്ന് ഒത്തിരി മേജർ ആർട്ടറീസ് റേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരുകൾ മാത്രം ഇനി നോക്കിയാൽ മതി. അതിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആർട്ടറീസിന്റെ പേരുകൾ പറയാം. ആന്റീരിയർ മീസെൻട്രിക്. See, this is the anterior mesenteric artery. This one. So the anterior mesenteric artery എന്ന് പറയുമ്പോൾ ഇൻഡസ്റ്റൈനിൽ തന്നെ ഡിയോഡിനം ഇലിയം എന്ന് പറയുന്ന സ്മോൾ ഇൻഡസ്റ്റൈനൽ റീജിയനിലേക്ക് ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്ന ആർട്ടറിയാണ് ആന്റീരിയർ മീസെൻട്രിക് ആർട്ടറി. അപ്പൊ അതുപോലെ തന്നെ ഒരു പോസ്റ്റീരിയർ മീസെൻട്രിക് ആർട്ടറി കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് പോസ്റ്റീരിയർ മീസെൻട്രിക് ആർട്ടറി. ആൻഡ് ദിസ് പോസ്റ്റീരിയർ മീസെൻട്രിക് ആർട്ടറി എന്ന് പറയുന്നത് ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്നത് ഇവിടെയാണ് പോസ്റ്റീരിയർ മീസെൻട്രിക് ആർട്ടറി വരുന്നത്. ദിസ് ഈസ് എ പോസ്റ്റീരിയർ മീസെൻട്രിക് ആർട്ടറി. പോസ്റ്റീരിയർ മീസെൻട്രിക് ആർട്ടറി ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്നത് റെക്ടത്തിലേക്കാണ് അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്റ്റൈനിലേക്കാണ്. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയിൽ ഒരു സീലിയാക് ആർട്ടറി കൂടിയുണ്ട്. celiac artery. See, this is a celiac artery, and this celiac artery supplies blood to the stomach, spleen, pancreas and liver. Pancreas, liver എന്ന് പറയുന്ന ഗ്ലാൻഡുകളിലോട്ടും അതുപോലെ സ്റ്റൊമക്കിലോട്ടും സ്പ്ലീനിലോട്ടും എല്ലാം ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്ന ഒരു ആർട്ടറിയാണ്, ലോങ് ആർട്ടറിയാണ് celiac artery. അപ്പോൾ ഒരു anterior mesenteric artery which supplies blood to the small intestinal region like duodenum and ileum. A celiac artery which supplies blood to the stomach, pancreas, liver and spleen, and there is a posterior mesenteric artery which supplies blood to the rectum or the large intestine, and there are a pair of gonadial arteries. ഒരു pair gonadial artery നിങ്ങൾക്ക് കാണാം gonadsലോട്ട്. So this is gonadial artery, and again there are 3 pairs of renal artery. തൊട്ട് താഴെ വരികയാണെങ്കിൽ 3 പെയർ കണ്ടോ, 3 പെയർ ആയിട്ടുള്ള
റീനൽ ആർട്ടറി കാണാൻ പറ്റും, ദാറ്റ് ഈസ് ടു ദി കിഡ്നി. കിഡ്നിയിലേക്ക് 3 പെയർ റീനൽ ആർട്ടറി കാണാൻ പറ്റും. ആൻഡ് അത് പിന്നെ ഡോർസൽ അയോർട്ട താഴോട്ട് കോഡൽ ആർട്ടറി ആയിട്ട് വാലിലോട്ടാണ് പോകുന്നത്. അതിന് മുമ്പ് തന്നെ എക്സ്ക്യൂസ് മീ, ഓക്കെ. സോ നമ്മൾ പറഞ്ഞു വന്നത് ടെയിൽ റീജിയനിലേക്ക് പോകുന്ന ആർട്ടറിയെ റീനൽ റീജിയനിലേക്ക് പോകുന്ന, അതായത് റീനൽ ആർട്ടറി എന്ന് പറയുന്നത് കിഡ്നി റീജിയനിലേക്ക് പോകുന്നതാണ്. അതിനുശേഷം പിന്നെ വരുന്ന ആർട്ടറി എന്ന് പറയുന്നത് ടെയിൽ റീജിയനിലേക്കുള്ള ആർട്ടറിയാണ്. ആ ആർട്ടറി നമ്മൾ വിളിക്കുന്ന കോഡൽ ആർട്ടറി എന്നാണ്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള ആർട്ടറി എന്ന് പറയുന്നത് ഹൈൻഡ് ലിംബിലേക്ക് പോകുന്ന ആർട്ടറിയാണ്. ഹൈൻഡ് ലിംബിലേക്ക്, അതായത് പിൻകാലുകളിലോട്ട് പോകുന്ന ആർട്ടറി. പിൻകാലുകളിലേക്ക് പോകുന്ന ആർട്ടറിയെ നമ്മൾ വിളിക്കുന്ന പേര് ഇലിയാക് ആർട്ടറി എന്നാണ്. ഇലിയാക് ആണ്, ILIAC, ഇലിയാക് ആർട്ടറി. സോ ഇലിയാക് ആർട്ടറി ഹൈൻഡ് ലിംബിലേക്ക് ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്ന ആർട്ടറിയാണ്. അത് 3 ആയിട്ട് സാധാരണഗതിയിൽ ബ്രാഞ്ച് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ദ പെൽവിക് ആർട്ടറി, പെൽവിക് റീജിയനിലേക്ക്. പെൽവിക് ആർട്ടറി. പിന്നെ ഇന്റേണൽ ഇലിയാക് ആർട്ടറി. ഇലിയാക് ആർട്ടറിന് ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. There is an internal iliac and there is an external iliac artery. So രണ്ട് കാലുകളിലോട്ടും ആർട്ടറീസ് പോകുന്നുണ്ട് ഡോർസൽ അയോർട്ടയിൽ നിന്ന്. അപ്പൊ ആ പോകുന്ന ആർട്ടറിനെ മൊത്തത്തിൽ വിളിക്കുന്ന ഇലിയാക് ആർട്ടറി എന്നാണ്. ആ ഇലിയാക് ആർട്ടറിയിലെ ആർട്ടറി തന്നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട് ഓരോ സൈഡിലോട്ടും. പെൽവിക് ആർട്ടറി, എക്സ്റ്റേണൽ ഇലിയാക് ആർട്ടറി, ഇന്റേണൽ ഇലിയാക് ആർട്ടറി, അങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. പെൽവിക്, എക്സ്റ്റേണൽ ഇലിയാക് ആർട്ടറി, ഇന്റേണൽ ഇലിയാക് ആർട്ടറി, അങ്ങനെ ഹൈൻഡ് ലിംബിലോട്ടുള്ള ആർട്ടറീസ് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇതിന് പുറമെ ഒത്തിരി ചെറിയ ചെറിയ ആർട്ടറീസ് നമുക്ക് ആന്റീരിയർ മീസെൻട്രിക്കും പോസ്റ്റീരിയർ മീസെൻട്രിക്കും സിലിണ്ടറിക് ആർട്ടറിക്കും മുമ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ആർട്ടറികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർകോസ്റ്റൽ ആർട്ടറീസ് അല്ലെങ്കിൽ പറൈറ്റൽ ആർട്ടറീസ്. ഇത് വെർട്ടിബ്രൽ കോളത്തിലോട്ട് ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്ന ആർട്ടറീസ് ആണ്. ഒരു വെർട്ടിബ്രൽ ആർട്ടറി ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു മീതെ ഡോർസൽ അയോർട്ട ഫോം ചെയ്യുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ അതിന്റെ അക്സസറി ആയിട്ട് ഓരോ വെർട്ടിബ്രൽ കോളത്തിലേക്കും ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്ന ആർട്ടറീസ് ആണ് ഇന്റർകോസ്റ്റൽ ആർട്ടറീസ് അല്ലെങ്കിൽ പറൈറ്റൽ ആർട്ടറീസ്. അപ്പൊ ഇത്രയാണ് ആർട്ടീരിയൽ സിസ്റ്റം. അപ്പൊ ആർട്ടീരിയൽ സിസ്റ്റം തുടങ്ങുന്നത് വെൻട്രിക്കിളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന 3 അയോർട്ടിക് ആർച്ചസിൽ നിന്നാണ്. അവസാനിക്കുന്നത് ഓരോ റീജിയനിലും, ലൈക്ക് ഹെഡ് റീജിയനിലാണെങ്കിൽ കരോട്ടിഡ് ആർട്ടറി ആയിട്ട്, ഫോർലിംബിലേക്ക് ആണെങ്കിൽ സബ് ക്ലേവിയൻ ആർട്ടറി ആയിട്ട്, ലങ്സിലേക്ക് ആണെങ്കിൽ പൾമിനറി ആർട്ടറി ആയിട്ട്, അതുപോലെ കിഡ്നിയിലേക്ക് ആണെങ്കിൽ റീനൽ ആർട്ടറി ആയിട്ട്, ഇൻഡസ്ട്രൈൻ ഭാഗത്തേക്ക് ആണെങ്കിൽ മീസെൻട്രിക് ആർട്ടറി ആയിട്ട്, ഗൊണാഡ്സിന്റെ ഭാഗത്തേക്ക് ആണെങ്കിൽ ഗൊണാഡിയൽ ആർട്ടറി ആയിട്ട്, ഹൈൻഡ് ലിംബിലേക്ക് ആണെങ്കിൽ ഇലിയാക് ആർട്ടറി ആയിട്ട്, അതുപോലെ വാലിലോട്ടാണെങ്കിൽ കോഡൽ ആർട്ടറി ആയിട്ട്, വെർട്ടിബ്രയിലേക്ക് ആണെങ്കിൽ ഇന്റർകോസ്റ്റൽ ആർട്ടറി ആയിട്ട്. അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ കിടക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദി വീനസ് സിസ്റ്റം ഇൻ കെലോട്ടസ്.